നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത്. ജൂൺ 1 മുതൽ ജൂൺ 30 വരെ. ജൂൺ മാസത്തിൽ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ. 1-ാം തീയതി ശുക്രൻ മേടം രാശിയിലേക്ക് വരുന്നു. വീണ്ടും 29-ാം തീയതി മേടത്തിൽ നിന്നും ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 6-ാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് പോകുന്നു. 22-ാം തീയതിക്ക് ശേഷം വീണ്ടും കർക്കിടകം രാശിയിലേക്ക് പോകുന്നു. 15-ാം തീയതി സൂര്യൻ മിഥുനത്തിലേക്കും 7-ാം തീയതി ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു. ഇതാണ് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ. ഇനി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം, അതായത് മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 7-ര ശനിയുടെ തുടക്കമായി. അതുപോലെ തന്നെ വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ രാഹു 11-ൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കേതുവാണ്. ശുക്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഏകദേശം 29-ാം തീയതി മുതൽ 1-ാം തീയതി മുതൽ 29 വരെ ശുക്രൻ സഞ്ചരിക്കുന്നത് മേടം രാശിയിലായത് വളരെ ഗുണമാണ്. 2ഉം 7ഉം ഭാവാധിപനായ ശുക്രൻ അവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത് ശുക്രൻ ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ സൗന്ദര്യപരമായും അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ചുള്ള ഈ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ വ്യക്തിപരമായ പ്രത്യേകിച്ചും കാഴ്ചയിലും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും അവർക്ക് പ്രത്യേകമായി കഴിവുള്ള മേഖലകളിലും കലാപരമായ കഴിവായാലും ശരി, കച്ചവടത്തിൽ ഉള്ള താല്പര്യമുള്ളവരായാലും ശരി, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു നല്ല ഇംപ്രഷൻ മറ്റുള്ളവരിൽ പകർത്തി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതവരുടെ കർമ്മത്തിൽ വളരെ ഗുണകരമായിട്ട് വരികയും ചെയ്യും. 11-ൽ നിൽക്കുന്ന രാഹു അവർക്ക് സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വിദേശത്തു നിന്നൊക്കെ വരുമാന സാധ്യതകൾ കാണുന്നുണ്ട്. ചില ഹ്രസ്വയാത്രകൾ നടത്തുകയും ചെറിയ യാത്രകൾ നടത്തുകയും അതുകൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യും. പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു മാസം ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഒക്കെ ഗുണമുള്ളതുകൊണ്ട് വരുമാനം വർദ്ധിക്കുകയും പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി വളരെ തിളക്കമുള്ള ഒരു വ്യക്തിത്വം സമ്മാനിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. പ്രധാനമായും മറ്റൊന്ന്, ഇവരുടെ 7-ാം ഭാവാധിപൻ ആണ് ശുക്രൻ. ആ ശുക്രൻ ചന്ദ്രാൽ 7-ാം ഭാവാധിപനായതുകൊണ്ട് ജന്മത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് അകന്നു നിൽക്കാനോ മറ്റ് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനോ ഒക്കെ സാധ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഒഴിവാക്കാവുന്നതല്ല. അതും പ്രത്യേകമായി ശ്രദ്ധിക്കണം. കാരണവസ്ഥാനത്തോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മൂത്ത സഹോദരങ്ങൾക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ സ്കിൻ ഡിസീസോ ഒക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ മേടക്കൂർ നക്ഷത്രത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഉദര സംബന്ധമായ പ്രത്യേകിച്ചും പുളിച്ചു തകട്ടലിൻ്റെ അസുഖമോ സന്താനങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം. ഈ മാസത്തിൽ ചെറിയ യാത്രകൾ വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ പോകുമ്പോഴും ഇവർക്ക് വളരെ ഗുണമാണ് കാണുന്നത്, സാമ്പത്തികമായ നേട്ടം. അതുകൊണ്ട് ശുക്രനായിരിക്കും ഈ മാസം ഇവരുടെ ഭാഗ്യത്തിന് പ്രധാനമായും അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് കൂടുതൽ ആകർഷകമായി തോന്നുന്ന ഒരവസ്ഥ, പ്രണയം പോലുള്ള വളരെ സ്മൂത്തായ വൈകാരിക ഭാവങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ടാകാൻ സാധിക്കും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ചില തീരുമാനങ്ങൾ അനുകൂലമായി വരും. എന്നാൽ നിലവിൽ ദമ്പതികളായിരിക്കുകയോ പ്രണയാർത്ഥികളായിരിക്കുകയോ ചെയ്യുന്നവർക്ക്, അതായത് പ്രണയത്തിൽപ്പെട്ടിരിക്കുന്നവർക്കോ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രണയ പങ്കാളിയിൽ നിന്നോ അകന്നു നിൽക്കേണ്ടതായിട്ടോ വരുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഈ പ്രണയത്തിൽ പെട്ടത് വെറുതെ ആയല്ലോ എന്നൊരു അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ പെട്ടത് വെറുതെ ആയല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പൊതുവേ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ദോഷമൊന്നും കാണുന്നില്ല. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക്, രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അടുത്ത ബന്ധമുള്ളവർക്ക്, വൈകാരികവും അതുപോലെ തന്നെ ശാരീരികവുമായി ബന്ധം എന്ന് പറയുമ്പോൾ രക്തബന്ധമുള്ളവർക്കൊക്കെ തന്നെ സ്കിൻ സംബന്ധമായ അസുഖമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുടെ വിദേശത്തുള്ള ഏറ്റവും അടുത്ത ആശ്രിതർക്കും ചിലപ്പോൾ ചില ഭാഗ്യക്കേടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില പുതിയ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റേതായ പ്രാരംഭമായ വിഷമങ്ങൾ ആവാം ചിലപ്പോൾ അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളുമാകാം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മാസത്തിൽ പ്രധാനമായും മാതാവ്, അതുപോലെ തന്നെ ഗർഭാശയ ഭാഗങ്ങൾ,
ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ജെനിറ്റൽ ഓർഗൻസ് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അവർക്ക് അപകട സാധ്യതകൾ കാണുന്നു. അതുപോലെ തന്നെ പൊള്ളൽ, തീയ്, ഭാരമുള്ള വസ്തുക്കൾ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അതായത് തീയിൽ നിന്നോ അല്ലെങ്കിൽ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചൂട് സംബന്ധമായിട്ട് ഉണ്ടാകാവുന്ന ഇൻറ്റേർണൽ എനർജി മൂലം ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അൾസർ പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇതാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെയുള്ള ഫലം. ജൂൺ മാസത്തിൽ പൊതുവെ അവർക്ക് സാമ്പത്തികമായിട്ട് ദോഷം കാണുന്നില്ല. മാത്രമല്ല, വിദേശവുമായി ബന്ധപ്പെട്ടോ മറ്റു വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ സാമ്പത്തിക വർധനവ് കാണുന്നുമുണ്ട്. ശാരീരികമായ അവരുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരം ചില അസുഖങ്ങളും ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6, 7, 8, 14, 15, 16 ഉച്ചവരെ, 14, 15, 16, 17, 18 സന്ധ്യ വരെയും, തിരിച്ച് 21, 22, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം ആണ് പ്രധാനമായി. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ എൻഗേജ്ഡ് ആകുന്നു. സാമ്പത്തികമായ ഗുണം കാണുന്നുണ്ട്. യാത്ര ലക്ഷ്യത്തിലെത്തുന്നതായി കാണുന്നു. വൈദേശിക ബന്ധമുള്ള കമ്പനികളിൽ സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ പോകാൻ സാധിക്കുന്നു. അന്യഭാഷയിൽ പ്രാവീണ്യമുള്ളവരും പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ഗുണം കാണുന്നുണ്ട്. വിശേഷ ബുദ്ധി ഉള്ളവർക്ക് കൂടുതൽ അവരുടെ കർമ്മ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണിത്. അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനായും കൂടുതൽ തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആഹാര രീതിയിലും അതുപോലെ തന്നെ ചമയങ്ങൾ അണിയുന്നതിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നത് കാണാം. അതിനായി ധാരാളം പണം ചെലവഴിക്കുന്നത് കാണാം. അതിൻ്റെ ഗുണം ചെറുതായിട്ടൊക്കെ അവർക്ക് ശാരീരികമായി വരികയും ചെയ്യും. സാമ്പത്തികമായ നേട്ടം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല. മാതാവ് മൊത്ത് വിദേശത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യത്ത് അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ചിലപ്പോൾ അകന്ന ബന്ധുക്കളൊക്കെ വിദൂര സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ പോകാനൊക്കെ ഉള്ള ശ്രമം നടക്കുന്നുണ്ട്. ഉപാസനാമൂർത്തികളുടെ ഭരദേവതയുടെ ക്ഷേത്ര ദർശനം നടത്തുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ, വീട് മോടി പിടിപ്പിക്കൽ, വാഹനം പുതിയത് വാങ്ങൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ കേടുപാട് തീർക്കൽ, സെക്കൻഡ് ഹാൻഡ് ആയാലും പുതിയ വാഹനം വാങ്ങൽ ഒക്കെ കാണുന്നുണ്ട്. പൊതുവേ സുഖഭോഗങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളും വർദ്ധിക്കുന്ന ഒരു അവസ്ഥ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ നിലയുമൊക്കെ വളരെ ഗുണമാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും എന്തെങ്കിലുമൊക്കെ കഴിവ്, സ്കിൽഡ് ലേബേഴ്സായിട്ടുള്ളവരും അല്ലെങ്കിൽ അത്തരം വ്യക്തികൾക്കുമൊക്കെ തന്നെ സാമ്പത്തികമായി കൂടുതൽ മെച്ചം കിട്ടാനുള്ള തൊഴിൽ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര ഇവർക്ക് ഗുണകരമായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇവിടെ ജോലി ചെയ്യാനോ വിദേശത്ത് പോകാനോ സാധിക്കുന്നതായി കാണുന്നുണ്ട്. കുറച്ചുകൂടി യൗവനം കാത്തുസൂക്ഷിക്കാനും ഈ യൗവനയുക്തരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് കൂടുതൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ആകർഷകമായി അവതരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാവുകയും അതിന് തക്കവണ്ണം എക്സസൈസ്, ചമയങ്ങൾ ഇതൊക്കെ അണിയുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. കൂടുതൽ പ്രായം കുറയുന്നതായിട്ടൊക്കെ വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ചിന്തകൾ വരാം. കൂടുതൽ എഴുത്തുമായി ബന്ധപ്പെട്ടോ കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഒക്കെ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവർക്ക് ദോഷം എന്ന് പറയാൻ തക്കവണ്ണം മാതാവിന് ശാരീരികമായ അവശതയോ രോഗ അവശതകൾ ഉണ്ടെങ്കിൽ നിലവിലുണ്ടെങ്കിൽ അത് വർദ്ധിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഗർഭാശയ സംബന്ധമായോ അല്ലെങ്കിൽ കീഴ്വയർ ഭാഗത്തോ ഒക്കെ എന്തെങ്കിലും അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രസവ സംബന്ധമായും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടവന്നേക്കാം. ചില ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് കാണുന്നു. സഹോദരസ്ഥാനത്തുള്ളവർക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യ ആഴ്ചയിലൊക്കെ ദോഷം കാണുന്നുണ്ട്. എന്നാൽ മാസം ആദ്യ ആഴ്ച കഴിയുമ്പോൾ അവരിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ വരാനുള്ള സാധ്യത, അതായത് അപകട സാധ്യത, അതുപോലെ തന്നെ ശരീരത്തിൽ മുറിവുണ്ടാവുക, പൊള്ളലേൽക്കാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നു. അതുപോലെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ നിന്നുണ്ടാകാവുന്ന
ജലജന്യമായ അസുഖങ്ങൾ അതൊക്കെ വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ. ബാക്കി പൊതുവെ അവർക്ക് ഗുണമായിട്ടാണ് കാണുന്നത്. ശനി 11-ലും വ്യാഴം 2-ലും 10-ാം ഭാവത്തിൽ രാഹുവും 4-ൽ കേതുവും പിന്നെ ചൊവ്വയും 7-ാം തീയതി മുതൽ ചൊവ്വയുമുണ്ട്. അതുകൊണ്ട് 4-ാം ഭാവം വളരെ ശ്രദ്ധിക്കണം. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. സമൂഹവുമായി ഇടപെടുമ്പോഴും എവിടെയൊക്കെ പോയി തങ്ങുന്നുവോ അവിടെയെല്ലാം തന്നെ കലഹമുണ്ടാകാനോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, അതായത് ജൂൺ 1-ാം തീയതി നല്ലതാണ്. അതിനുശേഷം 6 രാത്രി കഴിഞ്ഞ് 7, 8, 9, 10, 11 നല്ലതാണ്. ശേഷം 16 ഉച്ച കഴിഞ്ഞ് 17, 18, 19, 20, 23, 24, 27, 28 ദിവസങ്ങൾ ഗുണകരമാണ്, താരതമ്യേന ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ ശനി, 11-ൽ ശുക്രൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നത് ഈ ജൂൺ മാസത്തിലെങ്കിലും അവരെ വല്ലാതെ അലട്ടില്ല എന്ന് കാണുന്നു. തങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കർമ്മമേഖലയിൽ വിജയം കാണുന്നു. സ്ത്രീ മുഖേന ഈ നക്ഷത്രത്തിൽപ്പെട്ട, അതായത് മിഥുനക്കൂറിലെ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക്, പുരുഷന്മാർക്ക് സ്ത്രീകൾ മുഖേന അവരുടെ പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് സാമ്പത്തികം നേടാൻ സഹായിക്കുന്ന തരത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്കരായ ഇവരുടെ ബോസോ ഒക്കെ സ്ത്രീകൾ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീ സൗഹാർദ്ദങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായമോ മറ്റ് മാനസികമായ സഹായങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയൊരു ആശ്വാസമായി ഇവർ നിലകൊള്ളുന്നതായി കാണുന്നു. മൂത്ത സഹോദരിയിൽ നിന്ന് ഗുണം കിട്ടുമെന്നും കാണുന്നു, അതായത് ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക്. അതുപോലെ കലാപരമായി കഴിവുള്ളവർക്ക് വളരെ ഗുണമാണ്. മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര സാധ്യമാകുന്നതായി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് ഈ ഒരു മാസം ജൂൺ മാസത്തിൽ പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ആശ്രയിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർക്കോ അവിടെ പഠിക്കുന്നവർക്കോ ഉണ്ടായിരുന്ന വിഷമങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക ലാഭവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ നന്നായി ശോഭിക്കാനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് അവർക്കും. അതുകൊണ്ട് തന്നെ പൊതുവെ ഗുണകരമായിട്ടാണ് കാണേണ്ടത്. 3-ാം ഭാവത്തിൽ വരുന്ന ചൊവ്വ, 7-ാം തീയതി മുതൽ ചൊവ്വ, കേതു, ഇത് തീർച്ചയായിട്ടും അവരുടെ കർമ്മരംഗത്തുള്ള അവരുടെ മനസ്സ് ഇടപെടുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലത കാണുന്നു. ഉന്മേഷത്തോടുകൂടി പഴയ ആലസ്യമൊക്കെ വിട്ടുമാറി കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി കൂടുതൽ ചുറുചുറുക്കോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് അപകട സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്നും ഈ നക്ഷത്രക്കാർക്ക് വലിയ സഹായം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ കേതുവിൻ്റെ ഒരു നില 3-ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി തടഞ്ഞു കിടന്നിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണർവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് പൊതുവേ ഇവർക്ക് ഗുണമാണ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ കർമ്മരംഗത്ത് ഇവർക്ക് വളരെ ഗുണകരമായിട്ട് വരുമെന്നും കാണുന്നു. പിതൃക്കളുടെ അനുഗ്രഹം ഇവരിലേക്ക് ചൊരിയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. 9-ൽ നിൽക്കുന്ന രാഹു പിതാവിന് ശാരീരികമായ അവശതയോ ത്വക്ക് രോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അലർജി അസുഖമോ ഉണ്ടാകാം. ആശങ്കകൾ വർദ്ധിക്കാം ഈ നക്ഷത്രക്കാരുടെ പിതൃസ്ഥാനത്തുള്ള വ്യക്തിക്ക്. അതുകൊണ്ട് കാരണവസ്ഥാനത്തുള്ളവരോ പിതൃസ്ഥാനത്തുള്ള വ്യക്തിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുക്കന്മാരോ ഇവരുടെ വഴികാട്ടിയായി നിൽക്കുന്ന മേലധികാരികളോ ഇവരെ സഹായിക്കുന്ന വ്യക്തികളോ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ മരണഭയം ഉൾപ്പെടെയുള്ള ആശങ്കകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഏറ്റവും പ്രധാനം കൃത്യമായ ഒരു പ്രാർത്ഥന, നിഷ്ഠ, ഇതൊക്കെ ഇപ്പോൾ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കർമ്മരംഗത്തും പ്രവർത്തന രംഗത്തുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ ആശങ്കകളോ വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ജൂൺ മാസം ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞു. അത് പ്രധാനമായും ത്വക്ക് സംബന്ധമായ അസുഖം, അതുപോലെ തന്നെ അലർജി അസുഖങ്ങൾ, ജലത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന ജലം മാലിന്യപ്പെട്ടിട്ടോ ആ മാലിന്യമുള്ള ജലം കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, രക്തസംബന്ധമായ ചില അലർജി അസുഖങ്ങൾ, രക്തത്തിലേതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പദാർത്ഥങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടാകാവുന്ന
അലർജി അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ശ്വാസകോശ സംബന്ധമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, 13, 18 സന്ധ്യ കഴിഞ്ഞ് 19, 20, 21, 22, 25, 26, പിന്നെ 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ഇപ്പോൾ രാഹു വന്നിട്ടുണ്ട്. ശനി മാറി രാഹു വന്ന എന്നൊക്കെ പലരും കമൻറ്റുകളൊക്കെ ഇട്ട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. രാഹു 8ൽ വരുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ചും ശനിയുടെ രാശി കൂടിയാണ്. ആശങ്കകളും പ്രശ്നങ്ങളും വീണ്ടും തലപൊക്കാനുള്ള സാധ്യത കാണുന്നു. മുമ്പ് അവിടെ നിന്നിരുന്നത് ശനിയാണ്. മാർച്ച് മാസം 29-നാണ് ശനി 9-ലോട്ട് പോയത്. 9-ൽ ശനി അത്ര നല്ലതൊന്നുമല്ല പറയുന്നത്, പക്ഷേ 8-ൽ നിൽക്കുന്ന ശനിയേക്കാൾ ഭേദമാണ് 9-ലെ ശനി എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ 8-ലേക്ക് ശനിയുടെ രാശിയിലേക്ക് രാഹു വന്നിരിക്കുന്ന അത്ര നല്ലതല്ല. സാധാരണ രാഹുവിൻ്റെ ഒരു നില മേടം മുതൽ കന്നി വരെയുള്ള രാശികളിൽ മേടം മുതൽ കന്നി വരെയുള്ള രാശിയിൽ രാഹുവിന് അല്പമെങ്കിലും ഗുണപരമായ സ്വാധീനമുണ്ട്. എന്നാൽ തിരിച്ചാണെങ്കിൽ, അതായത് ഈ മീനം മുതൽ ഏകദേശം തുലാം വരെയുള്ള രാശികളിലൂടെ സഞ്ചരിക്കുമ്പോൾ രാഹു അത്ര നല്ല ഗുണങ്ങൾ ചെയ്യില്ല എന്ന് പൊതുവെ ആചാര്യന്മാരുടെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കർക്കിടകത്തിന് അഷ്ടമത്തിലെ രാഹുവിൻ്റെ ദോഷവശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മാസത്തെ ഫലമെടുക്കുമ്പോൾ ബാക്കി ഗ്രഹങ്ങളുടെ പ്രാധാന്യം കൂടി എടുക്കണം. ഏകദേശം 1.5 വർഷത്തോളം രാഹുകേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം, അതായത് ശുക്രൻ അവർക്കിപ്പോൾ 10-ലും 11-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അത് നല്ലതാണ്. ശുക്രൻ്റെ 10-ലെയും 11-ലെയും സഞ്ചാരം നല്ലതാണ്. 11-ലാണ് കൂടുതൽ ഗുണം. 10-ൽ ശുക്രൻ അല്പം ദോഷമുണ്ടാക്കും, പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ. അപ്പോൾ അവരുടെ പ്രവർത്തന മേഖല ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഈ നക്ഷത്രത്തിൽ, അതായത് കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾക്ക് ദോഷമുണ്ടാകാം. സ്ത്രീകളിൽ നിന്ന് അപവാദം കേൾക്കുകയോ സ്ത്രീകൾ മുഖേന അപകടങ്ങളോ വിഷമങ്ങളോ മറ്റെന്തെങ്കിലും വൈതരണികളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ജോലിയെ തന്നെ അല്പമെങ്കിലും ദോഷമായി ബാധിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മേടം രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ എടുത്തുചാട്ടം ഉള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ അല്പമൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുന്നവർ, ഇവരോടൊക്കെ ഇടപഴകേണ്ടി വരികയോ അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്താൽ കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക്, പുരുഷന്മാർക്ക് അത് നല്ലതല്ല. അപവാദമുണ്ടാവുക, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഒന്നാമത് 7-ാം ഭാവാധിപൻ്റെ തൊട്ടടുത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ദാമ്പത്യത്തിൽ പ്രശ്നം കാണുന്നു. പുരുഷന്മാർക്കാണെങ്കിൽ ശുക്രൻ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ജോലിസ്ഥലത്തുള്ള സ്ത്രീകൾ മുഖേനയോ അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് ഇവർക്ക് പരിചയമുള്ള സ്ത്രീകൾ മുഖേനയോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്നാൽ 11-ൽ വരുമ്പോൾ അത് ഗുണമാണ്. ഇതിനിടയിൽ ബുധൻ സഞ്ചരിക്കുന്ന രാശികൾ 6-ാം തീയതി മുതൽ 11-ലും പിന്നെ 12-ലുമാണ്. ബുധൻ 11-ൽ സഞ്ചരിക്കുമ്പോൾ മാസത്തിൻ്റെ ഏകദേശം കൂടുതൽ ദിവസങ്ങളും ബുധൻ്റെ ഗുണം കൊണ്ട് ഇവർക്ക് നേട്ടം കിട്ടും. പ്രത്യേകിച്ച് ബുധൻ ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാക്കും. അതുപോലെ തന്നെ 2-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, 2-വിൽ കേതുവുമുണ്ട്. അതുകൊണ്ട് പൊതുവേ കർക്കിടക രാശിക്ക് ജൂൺ മാസത്തെ ഫലം പറയുമ്പോൾ അനുകൂലം എന്ന് പറയാവുന്ന ആൾ ഈ ബുധൻ്റെ ഒരു നില മാത്രമാണ്. അത് കൃത്യമായി പറഞ്ഞാൽ 6-ാം തീയതി മുതൽ 22 വരെ. അതിനുശേഷം ബുധനും അത്ര നല്ലതല്ല. അതുകൊണ്ട് പൊതുവെ ശ്രദ്ധിക്കണം. 2-ലേക്ക് ചൊവ്വ പോകുമ്പോൾ മുഖം, വാക്ക്, വൈകാരിക തീക്ഷ്ണത കൊണ്ടുണ്ടാകാവുന്ന അബദ്ധ അല്ലെങ്കിൽ കലഹത്തിന് കാരണമാകാവുന്ന വാക്കുകൾ, മുഖത്ത് അപകട സാധ്യത, ഓപ്പറേഷൻ സാധ്യത, അതുപോലെ തന്നെ കേതുകൂടി നിൽക്കുന്നത് കൊണ്ട് മലീമസമായ അന്തരീക്ഷത്തിൽ ശ്വാസോച്ഛ്വാസ സംബന്ധമായ അസുഖങ്ങൾ, മാലിന്യം നിറഞ്ഞതോ അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ ആംബിയൻസ് ഉള്ള സ്ഥലത്ത് ജീവിക്കേണ്ടി വരലോ, അത്തരം സ്ഥലത്തു നിന്നുള്ള വായു ശ്വസിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തൊട്ടടുത്ത വ്യക്തികളുമായോ അയൽപക്കവുമായോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായോ ഒക്കെ കലഹമുണ്ടാകാനോ ഒറ്റ തിരിഞ്ഞ് ജീവിക്കാനോ ഒക്കെ സാധ്യത കാണുന്നു. ആരോഗ്യം പ്രധാനമായി എടുക്കുമ്പോൾ 2-ാം ഭാവം വളരെ ചിന്തിക്കണം. അതുപോലെ തന്നെ വ്യാഴം 12-ലാണ്. അപ്പോൾ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നു.
ശുക്രൻ 10-ൽ നിൽക്കുമ്പോഴും പ്രശ്നമുണ്ട്. 11-ലോട്ട് വരുന്നത് മാസ അവസാനത്തോടു കൂടിയാണ്. ബുധൻ്റെ നില മാത്രമാണ് 11-ൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഗുണം വരുന്നത്. 9-ലെ ശനി വലിയ ദോഷവും ചെയ്യില്ല, എന്നാൽ ഗുണവും ചെയ്യില്ല. അപ്പോൾ വലിയ ദോഷം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾക്ക് ദോഷമില്ല, എന്നാൽ ഇവരുടെ പിതൃസ്ഥാനത്തുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. യാത്രകൾക്ക് തടസ്സമുണ്ടാകാം, അത്തരം കാര്യങ്ങളും കാണുന്നു. അതുകൊണ്ട് പൊതുവെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ ദശയും അപഹാരവും ഒക്കെ നല്ലതാണെങ്കിൽ ഗുണമുണ്ടാകും. എല്ലാ കാലത്തും ഇവർക്ക് ദോഷമാണോ എന്ന് ചിന്തിച്ചാൽ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം വെച്ച് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. കള്ളം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായി പറയുകയാണ്. ദശ, അപഹാരം, ഛിദ്രം ഇതൊക്കെ വളരെ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ ചെറിയ തോതിൽ മാത്രമേ അവരെ സ്പർശിക്കുകയുള്ളൂ എന്ന സത്യം കൂടി മനസ്സിലാക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 4, 5, 6 രാത്രി വരെ, ശേഷം 12, 13, 14, 15, 16 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 21, 22, 25, 26, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. അഷ്ടമത്തിലാണ് ചിങ്ങക്കൂറുകാർക്ക് ശനി, 7-ൽ രാഹുവാണ്. അതുപോലെ തന്നെ ശുക്രൻ ഇവർക്ക് 9-ാം ഭാവത്തിലോട്ട് വന്നിരിക്കുന്നു, പിന്നീട് 10-ലോട്ട് പോകും. അതുപോലെ ബുധൻ 10-ൽ നിൽക്കുന്നു. 6-ാം തീയതി മുതൽ 10-ൽ, 22 വരെ 10-ലുണ്ട്, ശേഷം 11-ൽ പോകുന്നു. അപ്പോൾ ബുധൻ്റെയും ശുക്രൻ്റെയും ഒരു ഇടപെടലാണ് ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത്. പിന്നെ വ്യാഴം 11-ലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വരുമാന സ്ഥാനം അല്ലെങ്കിൽ വരുമാനത്തിന് നിദാനമായ കർമ്മരംഗങ്ങൾ ഇതൊക്കെ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. സ്വന്തം കഴിവ് നല്ല രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ, കാര്യക്ഷമമായി ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലയിൽ വ്യാപരിപ്പിക്കാൻ സാധിക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ ഇവർക്ക് കൂടുതൽ പ്രശസ്തിയും വിജയവും ഉണ്ടാവും. അതിൻ്റെ ഫലമായി സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാവും. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ ഇവിടെ ജോലി ചെയ്യാനോ വിദേശത്ത് പോകാനോ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അവിടെ പോകാനോ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥിനികൾക്ക് വിദേശത്ത് പോകാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതായത് യാത്ര കൊണ്ട് ഗുണം കാണുന്നു. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ വിജയത്തിലെത്താനുള്ള സാധ്യതയോ വിജയത്തിന് അനുകൂലമായ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ഗുണം കാണുന്നു. ഈ നക്ഷത്രക്കാരായ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തിരിച്ചും പുരുഷന്മാരിൽ നിന്നൊക്കെ വലിയ ഗുണം കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഈ കാര്യമൊക്കെ ജൂൺ മാസത്തിൽ കൃത്യമായി കാണുന്നുണ്ട്. എന്നാൽ കുടുംബം ശ്രദ്ധിക്കണം. 7-ൽ രാഹുവാണ് സഞ്ചരിക്കുന്നത്. അപവാദങ്ങളിൽ ചെന്നു പെടാനോ ഈ സ്ത്രീകളുടെ സഹായം എന്നൊക്കെ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് പറയുമ്പോൾ സ്ത്രീകളാൽ സഹായം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം. അതുകൊണ്ട് സുതാര്യത നിലനിർത്തണം എല്ലാ ബന്ധങ്ങളിലും എന്ന് പറയുന്നു. അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യവും ശ്രദ്ധിക്കണം. കാരണം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം അഷ്ടമത്തിൽ ശനിയോടൊപ്പം തന്നെ ജന്മത്തിൽ ചൊവ്വയും കേതുവുമുണ്ട്. 7-ാം തീയതി മുതൽ ചൊവ്വ ജന്മത്തിലാണ്, കേതു അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം തന്നെ അണുബാധ, മുറിവ്, അപകട സാധ്യത, പൊള്ളലേൽക്കാനുള്ള സാധ്യത, വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത, ഈ മാസം എന്നൊക്കെ പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ താറുമാറാകാൻ സാധ്യതയുള്ളൊരു മാസമാണ്. കാരണം മഴയുടെ കൺട്രോൾ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും ഒക്കെ കടപുഴകിയൊക്കെ വീണിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആരെയും ബാധിക്കാം. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി, തീയ്, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതെല്ലാം ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ മറ്റ് അപകടങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു. ഒപ്പം കേതു പൊള്ളലിൻ്റെ കൂടി ആളാണ്. അത് മാത്രമല്ല അത് ചിങ്ങം രാശിയാണ്. ഇതെല്ലാം തീയുമായി നല്ല ബന്ധം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതിനാൽ ആരോഗ്യം, ഭയം, ആശങ്ക, മരണഭയം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. 7-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് കൃത്യമായി ചിങ്ങക്കൂറിൽപ്പെട്ടവർ പാമ്പിനെ കാണാൻ, സർപ്പത്തിനെ കാണുകയോ സർപ്പവുമായി ബന്ധപ്പെട്ട് മരണഭീതി വരെ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. ആശങ്കകൾ തലപൊക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സാമ്പത്തികമായി നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില സമാഗമങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ചിങ്ങക്കൂറിൽപ്പെട്ടവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 6 രാത്രി കഴിഞ്ഞ് 7, 8, അത് കഴിഞ്ഞാൽ 14, 15, 16, 17, 18 സന്ധ്യ വരെ,
ശേഷം 23, 24, 25, 26, പിന്നെ 29, 30 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു, കണ്ടകശനിയാണ്. 10ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. 10ലെ വ്യാഴവും അത്ര ഗുണമൊന്നും ചെയ്യില്ലെങ്കിലും 10ൽ ശനി നിൽക്കുന്നിടത്തോളം കണ്ടകദോഷം, കണ്ടക വ്യാഴൻ ഉണ്ടാക്കില്ല. മാത്രമല്ല 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽ സംബന്ധമായി മാറ്റമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ശുക്രൻ 8ൽ സഞ്ചരിക്കുമ്പോൾ ദോഷം ചെയ്യില്ല, ശുക്രൻ ഗുണമാണ് ചെയ്യുക. 9ൽ വരികയും ചെയ്യും. അപ്പോൾ 8ലും 9ലുമായി സഞ്ചരിക്കുന്നത് കൊണ്ട് ശുക്രനെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് ഗുണം കാണുന്നുണ്ട്. കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണം കാണുന്നുണ്ട്. അതായത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര നക്ഷത്രക്കാർക്ക് ഗുണം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ വിദേശത്ത് നല്ല സ്ഥാപനങ്ങളിൽ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ തെളിവാർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തായാലും അവരുടെ കഴിവിനനുസരിച്ചുള്ള കൃത്യമായ ജോലി കിട്ടുക, അതിൽ നിന്ന് കൃത്യമായ ശമ്പളം കിട്ടുക എന്ന അവസ്ഥയൊക്കെ കാണുന്നു. തൊഴിൽ സംബന്ധമായ ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കാം. അത് പക്ഷേ തീരെ മോശമാകില്ല. അനുകൂല സാഹചര്യങ്ങൾ അല്പം കുറവായിരിക്കാം 10ൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം, എന്നാൽ തന്നെയും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അത് മാത്രമല്ല 11ൽ ചൊവ്വ നിൽക്കുന്നുണ്ട് 7ാം തീയതി വരെ. അതിനുശേഷം ചൊവ്വ 12ലോട്ട് വരുന്നുണ്ട്. അധിക ചെലവ്, പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലോ മറ്റു തടസ്സങ്ങളിലോ ചെന്ന് പെടുമ്പോൾ അതിനുവേണ്ടി പണം മുടക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായി ശമ്പളം വരുമെന്ന് കാണുന്നു. പക്ഷേ അതിന് അതുപോലെ തന്നെ ചിലവും ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ജോലിമാറ്റം നേരത്തെ സൂചിപ്പിച്ചു ഞാൻ, ഈ ജോലിമാറ്റമാവാം ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ചിലപ്പോൾ കലഹമുണ്ടാവുകയോ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്തും മാറി നിൽക്കാം. ഉദര സംബന്ധമായി ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അലർജി പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉദരത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാഗരൂപേണ കിടക്കുന്ന അവയവങ്ങൾ കുടൽ, ചെറുകുടൽ, വൻകുടലൊക്കെയാണ്. ആ ഭാഗത്ത് എന്തെങ്കിലും ഡൈജഷൻ പ്രശ്നമോ ഫിസ്റ്റുലയോ പൈൽസോ ഒക്കെ ഉള്ളവർക്ക് ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ധനം, ഐശ്വര്യം മുതലായ കാര്യങ്ങളൊക്കെ വരും. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബകാര്യങ്ങളും അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ചെറിയ പാകപ്പിഴകൾ ചിലപ്പോൾ കലഹത്തിലേക്കും മറ്റുമൊക്കെ വരാം. അതുപോലെ ജോലി രംഗത്തും വളരെ ശ്രദ്ധ വേണം. എപ്പോൾ വേണമെങ്കിലും ഒരു പാര ജോലി സ്ഥലത്ത്, കർമ്മരംഗത്ത്, കുടുംബത്തിൽ ഒക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 4, 5, 6 രാത്രി വരെ, അതിനുശേഷം 9, 10, 11, പിന്നെ 16 ഉച്ച കഴിഞ്ഞ് 17, 18, 19, 20, അത് കഴിഞ്ഞാൽ 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ലോട്ട് വ്യാഴം വന്നിരിക്കുന്നു, നല്ലതാണ്. അതുപോലെ 5 ഭാഗ്യസ്ഥാനത്ത് നിന്ന് ശനി അതിൻ്റെ ഇഷ്ടഭാവത്തിലേക്ക് 3, 6, 11 ശനിക്ക് ഗുണം എന്ന പ്രമാണം വെച്ച് 6ലേക്ക് പോയിരിക്കുന്നു ശനി, അതും നല്ലതാണ്. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരണം. ശുക്രൻ്റെ 7ലെ സഞ്ചാരം ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളിൽ ഗുണമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, അവിടുത്തെ കച്ചവടം, സ്വന്തം സ്ഥാപനങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാവുക, അതെല്ലാം തന്നെ കാണുന്നു. 5ലോട്ട് രാഹു വന്നിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ഒരു ആശങ്ക വരാം. രാഹു 5ൽ വരുമ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്ക് ഈശ്വരാധീനം വഴി കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായി നടക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ടാകാം. പൊതുവെ ഏതെങ്കിലുമൊക്കെ വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നവർക്ക് ഈ ആശങ്ക പെരുകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പേടിക്കേണ്ട. വ്യാഴം ശുക്രൻ്റെ നില അവർക്ക് ഗുണമാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ബുധനും അവർക്ക് ദോഷം ചെയ്യില്ല. ബുധൻ പിന്നീട് 9ലോട്ട് പോകുമ്പോൾ വലിയ ഗുണം ചെയ്തില്ലെങ്കിലും 8ൽ നിൽക്കുന്ന ബുധൻ അവർക്ക് എന്തായാലും ഗുണം ചെയ്യും. മാസത്തിലെ കൂടുതൽ ദിവസങ്ങളും, ജൂൺ മാസത്തിലെ കൂടുതൽ ദിവസങ്ങളും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 8ലാണ് സഞ്ചരിക്കുന്നത്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാം. അതുപോലെ ഒരിക്കലും കിട്ടില്ല, നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറി അത് പോസിറ്റീവായി വരാനുള്ള സാധ്യത കാണുന്നു. 11ലെ കേതു വരുമാനം ഏത് വിധേനയും ഇവരിൽ എത്തിച്ചേരുമെന്ന് കാണുന്നു. ഒടുവിലായിരിക്കും സഹായം വലിയൊരു പ്രളയം പോലെ ഇവരിലേക്ക് വന്ന് ഗുണമായി മാറുന്നത്. അതുകൊണ്ട് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്
പൊതുവേ ഗുണം കാണുന്നുണ്ട്. എന്നാൽ ആശങ്കകളും ഭാഗ്യവും അസ്ഥാനത്താണ്, ആശങ്കകൾ പെരുകുകയും ഭാഗ്യം അസ്ഥാനത്താണ് എന്ന ഒരു ചിന്ത ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സ് ശാന്തമായില്ലെങ്കിൽ എന്തെല്ലാം കിട്ടിയാലും ആ കിട്ടുന്നതിൻ്റെ തെളിമ, അതിൻ്റെ ഒരു സുഖം അത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ പ്രാർത്ഥനയോടുകൂടി മനസ്സിനെ സമാധാനത്തോടെ പോകാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അനുവദിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലതായി ചെയ്യേണ്ടത്. സന്താനങ്ങൾക്ക് അലർജി അസുഖങ്ങളോ അവർക്കും മാനസിക വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ, ജൂൺ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ 6-ാം തീയതി രാത്രി കഴിഞ്ഞ് 7, 8, 12, 13, അത് കഴിഞ്ഞാൽ 18 സന്ധ്യ കഴിഞ്ഞ് 19, 20, 21, 22, 27, 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന പോസിറ്റീവാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും 5-ാം ഭാവത്തിലോട്ട് ശനി പോയിരിക്കുന്നു. അതുപോലെ 8-ലോട്ട് വ്യാഴവും പോയിട്ടുണ്ട്. എന്നാൽ 6-ൽ, അത് കഴിഞ്ഞാൽ മാസാവസാനത്തോടു കൂടി 7-ലും ആയി സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര നല്ലതല്ല. 4-ൽ ശുക്രൻ 6-ൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യമാണ് പ്രധാന വിഷയം. അതുപോലെ തന്നെ 7-ൽ സഞ്ചരിക്കുമ്പോഴും അതത്ര നല്ലതല്ല. 4-ൽ സഞ്ചരിക്കുന്ന രാഹുവും ദോഷമാണ്. 10-ലെ കേതു കർമ്മരംഗത്ത്. ഇവർക്ക് ഇപ്പോൾ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ ഒരു ഊർജ്ജസ്വലതയും 7-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ്റെ അല്പമെങ്കിലും ചെറിയ ഗുണങ്ങളുമാണ് കിട്ടുക. എന്നാൽ ബാക്കി കാര്യങ്ങളിൽ വൃശ്ചികക്കൂറിന് ഇത്തിരി ദോഷാവസ്ഥ കാണുന്നുണ്ട്. ഈശ്വരാധീനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കണം വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്ര. കർമ്മരംഗത്ത് ചൊവ്വ പ്രതിബന്ധങ്ങളുണ്ടായാലും വീണ്ടും വീണ്ടും ശക്തിയോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, കൂടുതൽ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു ത്വര ഉണ്ടാകുമെങ്കിലും കേതു ഒരുമിച്ച് 10-ൽ സൂര്യൻ്റെ ഭാവമാണ്. ആ സൂര്യൻ കേന്ദ്രസ്ഥാനത്ത് 7-ലാണ് സഞ്ചരിക്കുന്നത്. മാസം പകുതിക്ക് ശേഷം അത് 8-ലോട്ട് പോകും. അപ്പോൾ കർമാധിപൻ 7-ലും 8-ലുമായി സഞ്ചരിക്കുന്നു. കർമാധിപൻ സൂര്യനായതിനാൽ 7-ഉം 8-ഉം അത്ര നല്ല ഭാവമല്ല. അതുപോലെ തന്നെ ഇവിടെ കർമ്മത്തിൽ ചൊവ്വ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. ഈ ജന്മത്തിൻ്റെ അധിപൻ തന്നെ ചൊവ്വയായതിനാൽ പ്രതിബന്ധങ്ങൾ എത്ര ഉണ്ടായാലും അവർ പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിനനുസരിച്ച് കൃത്യമായ വരുമാനവും റിസൾട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേതു കൂടി അവിടെ നിൽക്കുന്നതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ മനപ്രയാസങ്ങളോ ഉണ്ടാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ തൊഴിൽ മേഖലയിലോ കർമ്മരംഗത്തോ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമായി നടക്കുന്നതിന് തടസ്സം വരുന്ന തരത്തിൽ ശാരീരികമായ അവശതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. ഇവിടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാധീന കുറവുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ശുക്രൻ്റെ 6-ലെയും 7-ലെയും നില ദാമ്പത്യ സംബന്ധമായോ പ്രണയ സംബന്ധമായോ ഉള്ള കാര്യങ്ങളിലും അത്ര നല്ലതല്ല. 5 ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നതും അത്ര നല്ലതല്ല. രാഹു 4-ൽ നിൽക്കുന്നു. കുടുംബത്തിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സമൂഹങ്ങളിലുമൊക്കെ തന്നെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപവാദമോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കേൾക്കലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം രക്ഷയായി നിൽക്കുന്നത് അവരുടെ ദശ, അപഹാരം, ഛിദ്രം, ഇതൊക്കെ ഏറ്റവും നല്ല ഭാവത്തിൽ ഇഷ്ടഭാവത്തോടു കൂടി നിന്നാൽ അവർക്ക് ഗുണം കിട്ടും. പിന്നെ തീർച്ചയായും ഞാൻ പറയുന്നു, എല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനം ദോഷമാണെങ്കിലും ചില ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് വരാം. ചിലപ്പോൾ ഏറ്റവും മോശമുള്ളൊരവസ്ഥയിലായിരിക്കാം ഈ ചന്ദ്രൻ്റെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ചില ഗുണങ്ങൾ വരുന്നത്. ആർക്കും പൂർണ്ണമായി ദോഷമോ ആർക്കും പൂർണ്ണമായി ഗുണമോ ഇന്ന് വരെ ഭഗവാൻ ആർക്കും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കാലം ആർക്കും സമ്മാനിച്ചിട്ടില്ല. ചിലരൊക്കെ അങ്ങനെ വിമർശിക്കും. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ ഒരു ആത്മപരീക്ഷണത്തിന് വിധേയമാക്കിയാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. നാളിതുവരെയുള്ള ജീവിതത്തിൽ എല്ലാം ഗുണമായിരുന്നു എന്ന് വെച്ചാൽ ആയിരിക്കില്ല, എല്ലാം ദോഷമായിരുന്നു വെച്ചാൽ ദോഷവുമായിരിക്കില്ല. അത് പക്ഷേ തുറന്നു പറയാനുള്ള മനസ്സ് പലർക്കും കാണില്ല. അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായങ്ങളോട് ഞാൻ വിലമതിക്കുന്നുമില്ല. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഗ്രഹങ്ങളുടെ നിലയും സഞ്ചാരവും വച്ചിട്ട് അത്ര നല്ലതല്ല. പക്ഷേ ഇവർക്ക് ശ്രദ്ധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്ക് വന്നു കയറും. ആ ഭാഗ്യം തിരിച്ചറിയുക. സന്ധ്യാസമയത്ത് മഹാലക്ഷ്മി കടന്നു വരുന്നത് തിരിച്ചറിയുന്നവനാണ് ഭാഗ്യവാൻ എന്ന് പറയും. അതുപോലെ നല്ല ദിവസങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തും. അത് കൃത്യമായി അവർ മനസ്സിലാക്കുകയും ചെയ്യും ഭാഗ്യവാന്മാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി വരെയും ശേഷം 9, 10, 11, അത് കഴിഞ്ഞാൽ 14, 15, 16 ഉച്ച വരെയും
ശേഷം 21, 22, 23, 24 അത് കഴിഞ്ഞാൽ പിന്നെ 29, 30 ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിലും 7-ൽ വ്യാഴം പോയത് വളരെ വലിയ അനുഗ്രഹമാണ്. നിവൃത്തി സ്ഥാനങ്ങളിൽ 10-നും 7-നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ, വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ 7-ലോട്ട് ശുഭഗ്രഹമായ വ്യാഴം, ബുധൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം അത്ര ഗുണം ചെയ്യില്ലെങ്കിലും ഭാവം കൊണ്ട് വ്യാഴം ഇവിടെ ഗുണം ചെയ്യണം. മാത്രമല്ല ഇവരുടെ ജന്മ ലഗ്നത്തിൻ്റെ അധിപനാണ് വ്യാഴം. ധനു രാശിയുടെ അധിപനായ വ്യാഴം 7-ൽ നിൽക്കുകയും ജന്മത്തിലേക്ക് അത് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു ഈശ്വരാധീനം ഇവർ എവിടെയൊക്കെ ചെന്നാലും അവിടെയൊക്കെ ഉണ്ടാകും. ഓർക്കാപ്പുറത്തായിരിക്കും ഇവർക്ക് പല ഭാഗ്യങ്ങളും വന്നു ചേരുക. മാത്രമല്ല 3-ലെ രാഹു അവരുടെ കർമ്മരംഗത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. 4-ൽ നിന്നുകൊണ്ട് 10-ാം ഭാവത്തിലേക്ക് രാഹു അത് മാറി 3-ലോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും 3, 6, 11 രാഹുവിന്, ശനിയുടെ അതേ രീതിയാണ് രാഹുവിൻ്റെയും. അപ്പോൾ 3, 6, 11 രാഹുവിന് ഗുണം എന്ന് വെച്ച് നോക്കുമ്പോൾ ചന്ദ്രാൽ 3-ലാണ് ഇപ്പോൾ രാഹു സഞ്ചാരം. ധനുക്കൂറിനെ സംബന്ധിച്ച് അത് വളരെ ഗുണകരമാണ്. ഉന്മേഷം, ഊർജ്ജദായകത്വം, അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുമൊത്ത് സഹവസിക്കൽ, അവരെ സഹായിക്കൽ. അവർക്ക് പക്ഷേ ശാരീരികമായ ആവശ്യത എന്തെങ്കിലും വരാം ബന്ധുമിത്രാദികൾക്ക്. എന്നാലും പൊതുവേ ഇവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയും കുറച്ചുകൂടി കാര്യക്ഷമതയും ഒക്കെ കടന്നു വരും. അത് പ്രവർത്തനത്തെ കൂടുതൽ ഗുണകരമായിട്ട് വരും. പിതാവിന് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം 7-ൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണമാണ്. അതുപോലെ മാസത്തിൽ കൂടിയ ദിവസവും ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ദേവീ കടാക്ഷവും ഇവർക്കുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീ സഹായവും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷ സഹായവും വരാം. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഗുണമുണ്ടാവാം. സന്താനങ്ങളെ ചൊല്ലി അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷങ്ങളുണ്ടാകാം. ഗുണമുള്ള ഒരുപാട് ഭാഗ്യവും വിജയവും ഐശ്വര്യവും കടന്നു വരുന്ന ഒരു സമയമാണ് ധനുക്കൂറിനെ സംബന്ധിച്ച്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനൊരു ശസ്ത്രക്രിയയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള അപകട സാധ്യതയുടെയൊക്കെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ മുടങ്ങാം. എന്നാലും അതൊന്നും തന്നെ ഇവരുടെ സാമ്പത്തികമായ വരവിനെയോ പ്രവർത്തനങ്ങളെയോ ബാധിക്കുന്നില്ല. ചില യാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരുന്നു എന്നതാണ് യഥാർത്ഥ വാചകം. മുടങ്ങുന്നതല്ല, അത് മാറ്റിവെക്കേണ്ടതായി വരാം. അതുപോലെ ജൂൺ ആദ്യ വാരം ഇവർ ശ്രദ്ധിക്കണം. ഇവരുടെ ജീവിത പങ്കാളിക്ക് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. പ്രത്യേകിച്ചും ധനുക്കൂർ നക്ഷത്രക്കാർക്ക് അവരുടെ ഭർത്താവുമൊത്തുള്ള ജീവിതമോ അല്ലെങ്കിൽ സൗഹാർദ്ദമോ പ്രണയം ആണെങ്കിൽ ആ പ്രണയത്തിൻ്റെ പങ്കാളിക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ രോഗസംബന്ധമായോ ഉള്ള അവശതകൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥകൾ വേറെയൊന്നുമില്ല. ഇവർക്കും ശാരീരികമായ അവശത, മുറിവ് ഇതിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജൂൺ ആദ്യവാരം. അല്ലാതെ വലിയ ദോഷങ്ങൾ ഇവർക്കില്ല. കണ്ടകശനി 4-ൽ നിൽക്കുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. താമസിക്കുന്ന സ്ഥലത്തു നിന്നും ചില അലർജി അസുഖങ്ങളോ മാലിന്യങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയോ ദുസ്സഹമായ വായു ശ്വസിക്കേണ്ടി വരുന്നതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. വാഹനം, അതുപോലെ വീട്, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ വളരെ ഹൈജീനിക്കായി സൂക്ഷിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8, 12, 13, 16 ഉച്ച കഴിഞ്ഞ് 17, 18 സന്ധ്യ വരെ. അത് കഴിഞ്ഞാൽ 23, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണും. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ലാണ് രാഹു, 3-ൽ ശനി. ശനി 3-ൽ പോയത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 7 ശനി പൂർണ്ണമായും മാറി. 7 ശനി പൂർണ്ണമായി മാറിയതിനാൽ തന്നെ ദീർഘകാലത്തേക്കുള്ള ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത് മാറി. പൊതുവേ അവരുടെ കർമ്മരംഗം കുറച്ചുകൂടി ഓപ്പണായി. അവർക്ക് നന്നായി പ്രവർത്തിക്കാനും ഇടപഴകാനുമൊക്കെയുള്ള സമയമായി. അതിനുള്ള ഊർജ്ജസ്വലതയും ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും തുടങ്ങാനുള്ള ഒരു മനസാന്നിധ്യവും അതിന് തക്കവണ്ണം കാലവും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒരു വർഷത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ മോശപ്പെട്ട രാശിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് ചെറിയ തോതിലെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ചെറിയ ചില ശത്രുബാധകളോ, ശത്രുബാധ മീൻസ് ഇവരുടെ വിജയത്തിൽ അത്ര കണ്ട് സുഖമില്ലാത്തവർക്ക്, അത്ര കണ്ട് താല്പര്യമില്ലാത്തവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാൽ ഇവർക്ക് എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2-ൽ രാഹു ആയതിനാൽ മുഖം വളരെ ശ്രദ്ധിക്കണം, വാക്കും വളരെ ശ്രദ്ധിക്കണം. ഓവറായ കോൺഫിഡൻസിലൂടെ, ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അമിത വിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില പാഴ്വാക്കുകൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. മുഖത്ത് സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ അവശതയോ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പിമ്പിൾസൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ മുഖത്തിന് എന്തെങ്കിലും രക്തപ്പാടുകളൊക്കെ വരാം. പ്രത്യേകിച്ച് സ്കിന്നിന് അത്തരം പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലേപനങ്ങൾ, സൗന്ദര്യ ലേപനങ്ങൾ ഒക്കെ സൂക്ഷിക്കണം. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നു. തൊട്ടടുത്ത അയൽപക്കവുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ കേതുവും. ചൊവ്വ 7-ന് ശേഷമാണ് അവിടെ വരിക. അതുവരെ 7-ലാണ്. 7-ൽ നിൽക്കുന്നതും ചൊവ്വ അത്ര നല്ലതല്ല. 8-ൽ സൂര്യൻ്റെ രാശിയിൽ വരുമ്പോൾ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. അപകട സാധ്യതകളുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. ജിമ്മിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള ആയുധങ്ങളും കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. ഇലക്ട്രിസിറ്റി, തീ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അത് വളരെ ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായി ധനസഹായം വിദേശത്തു നിന്നൊക്കെ ഇവർക്കുണ്ടാകാം. അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സിൽ കുറച്ച് ലാഭമുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പൊതുവേ 4-ൽ സഞ്ചരിക്കുന്ന ശുക്രനും പിന്നെ 5-ൽ പോകുന്നതും അതുപോലെ തന്നെ 6-ലേക്ക് ബുധൻ, അത് മാസത്തിൻ്റെ അവസാന ആഴ്ചയിലാണ് അവർക്ക് അങ്ങനെ വരുന്നത്. ബുധൻ്റെ ഗുണവും ഉണ്ടാകും. ബുധൻ 5-ൽ ഗുണം ചെയ്യില്ല. എന്നാൽ ശുക്രൻ 5-ൽ വളരെ ഗുണത്തെ ഇവർക്ക് ചെയ്യും. 4-ലും 5-ലുമായി സഞ്ചരിക്കുന്നു ജൂൺ മാസത്തിൽ ശുക്രൻ മകരക്കൂറുകാർക്ക്. അതുകൊണ്ട് വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങാനും വീട്ടിലെ ആവശ്യങ്ങൾക്ക് ധനം കണ്ടെത്താനുമൊക്കെ ഇവർക്ക് സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായോ പ്രത്യേകിച്ചും പെൺസന്താനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന, അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഈ സമയത്ത് സമ്പാദിക്കാനുമൊക്കെ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6 രാത്രിക്ക് ശേഷം 7, 8, 9, 10, 11, 14, 15, 16 ഉച്ചവരെ, ശേഷം 18 സന്ധ്യ കഴിഞ്ഞ് 19, 20, അത് കഴിഞ്ഞാൽ പിന്നെ 25, 26, 27, 28 ദിവസങ്ങൾ ഗുണകരമാണ്, താരതമ്യേന ഗുണകരമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് 5-ലോട്ട് ഭാഗ്യസ്ഥാനത്തോട്ട് വ്യാഴം വന്നു, ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം വന്നു. അതുപോലെ തന്നെ ജന്മശനി, 7-ര ശനിയിൽ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടമാണ് പൊതുവെ ജന്മശനി എന്നാണ് അഭിപ്രായം, പരക്കെയുള്ള അഭിപ്രായം. ആ ജന്മശനി മാറി. എന്നാൽ 7-ര ശനി പൂർണ്ണമായി മാറിയിട്ടില്ല. അത് ഇനിയും 2028 ജനുവരിയോടുകൂടിയേ മാറുകയുള്ളൂ. എന്നാൽ രാഹു ഇപ്പോൾ ജന്മത്തിലോട്ട് വന്നിരിക്കുന്നു. സ്വാഭാവികമായും കേതു 7-ലും ചൊവ്വയും 6-ൽ നിന്ന് 7-ലോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കുടുംബത്തിൽ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് തെറ്റിദ്ധാരണയുള്ള ചില അന്തരീക്ഷങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളിൽ, പ്രണയത്തിൽ ഒക്കെ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെക്കുറിച്ച് പുരുഷനായാലും സ്ത്രീ ആയാലും ജീവിത പങ്കാളി ആയാലും ശരി, പ്രണയ പങ്കാളി ആയാലും ശരി, തെറ്റിദ്ധരിക്കപ്പെടാം, അപവാദങ്ങളുണ്ടാകാം. അത് വലിയൊരു കാരണമായി എടുത്തുകൊണ്ട് ചില ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന വിള്ളലോ അകൽച്ചയോ ഒക്കെ ഈ സമയത്ത് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അലർജി അസുഖങ്ങളോ ഹിഡനായിട്ടുള്ള ചില അണുബാധകളോ ഉണ്ടാകാം. ഇപ്പോഴത്തെ ക്ലൈമറ്റ് രോഗം വർദ്ധിപ്പിക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ കാലത്തിൻ്റെ നിയന്ത്രണം, ഈ മഴയുടെ നിയന്ത്രണമൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ടത് രോഗം, പിന്നെ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ, വൈറൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഉള്ളതുകൊണ്ടും ശുക്രൻ 3-ലും 4-ലുമായി സഞ്ചരിക്കുന്നത് അത്ര ദോഷമല്ല. 3-ൽ അത്ര ദോഷമൊന്നും ശുക്രൻ ചെയ്യില്ല. എന്നാൽ ബുധൻ്റെ 4-ലെ നില ഗുണമാണ്. അപ്പോൾ ഇവർക്ക് ധനം സമ്പാദിക്കാനും പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഇഫക്റ്റീവായി തങ്ങളുടെ കഴിവ് പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ ഇവർക്ക് തിളങ്ങാനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണിത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ദോഷമില്ല. പ്രവർത്തന രംഗത്ത്, സാമ്പത്തിക രംഗത്ത് ദോഷമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, 13, 16 ഉച്ച കഴിഞ്ഞ് 17, 18 സന്ധ്യ വരെ, 21, 22, അത് കഴിഞ്ഞാൽ 27, 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 4-ാം ഭാവത്തിലോട്ട് പോയി. ചന്ദ്രാൽ 1, 4, 7, 10 ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടകവ്യാഴൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4-ലെ വ്യാഴം വലിയ ഗുണം ചെയ്യണമെന്നില്ല. മാത്രമല്ല ജന്മലഗ്നാധിപൻ 4-ൽ പോയി നിൽക്കുന്നതിനാൽ അല്പമെങ്കിലും ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. എന്നാൽ ജന്മശനിയുണ്ട്. എന്നാൽ ഇവർക്ക് ഏറ്റവും ഗുണമായിട്ട് വരുന്നത് ഇപ്പോൾ ശുക്രൻ്റെ നിലയാണ്. 2-ലും 3-ലുമായി ശുക്രൻ സഞ്ചരിക്കുന്നു. അതിൽ 1-ാം തീയതി മുതൽ ഏകദേശം 29 വരെ മാസത്തിൻ്റെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ശുക്രൻ 2-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഗുണമാണ്.
സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനം. അപ്രതീക്ഷിതമായി സാമ്പത്തികം കടന്നു വരാം. ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇവരുടെ കഴിവ് നന്നായി ഉപയോഗിച്ച് ഇവർക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു. അതായത് 2-ൽ ശുക്രൻ സഞ്ചരിക്കുന്നത് കൊണ്ട് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കഴിവ് നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നു, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് തങ്ങളുടെ ആശയങ്ങൾ, തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി നന്നായി സംവദിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിൽ സാമ്പത്തിക നേട്ടത്തിൽ ഇവർക്ക് വലിയ ഗുണം കാണുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നു. പൊതുവേ സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ നോക്കുന്ന കാര്യങ്ങളിലും ജോലി സ്ഥലത്തുമൊക്കെ ഇവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറക്കുന്നില്ല, ഇവർക്ക് ജന്മശനിയാണ്. അതുപോലെ തന്നെ വ്യാഴം 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുറച്ച് ഗുണമുണ്ടെങ്കിലും അതും ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് 7-ാം തീയതി മുതൽ 6-ാം ഭാവത്തിലോട്ട് ചൊവ്വ പോയിരിക്കുന്നത് നല്ലതാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, ഇവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നവർ അത് തിരിച്ചിവർക്ക് കൊടുക്കാൻ സാധ്യത, അപ്രതീക്ഷിതമായി ധനസഹായം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത, വായ്പ അനുവദിച്ച് കിട്ടൽ, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ഇവർക്ക് നടക്കും. ശത്രുക്കൾക്കുമേൽ തങ്ങൾക്ക് തടസ്സം നിന്നിരുന്നവയിൽ ഇവർക്ക് വിജയം വരിക്കാനുമൊക്കെ സാധിക്കും. പക്ഷേ ഉദരസംബന്ധമായി എന്തെങ്കിലും രോഗമോ അതിനുവേണ്ടി ശസ്ത്രക്രിയയോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാക്കി ദോഷങ്ങൾ ഇവർക്ക് വലുതായിട്ടില്ല. അപ്പോൾ സാമ്പത്തികമായി വായ്പ അനുവദിച്ച് കിട്ടുക, സാമ്പത്തികമായി ഇവർക്ക് മറ്റുള്ളവർക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കുക, തിരിച്ച് ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുക, നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുക, കർമ്മമേഖലയിൽ ഗുണം കാണുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തടസ്സങ്ങളും വരാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് മുന്നേറാൻ സാധിക്കും. വാഹനം അറ്റകുറ്റപ്പണി മാറ്റുകയോ പുതിയ വാഹനം വാങ്ങുകയോ ചെയ്യാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികളും ഫർണിച്ചർ പുതിയത് വാങ്ങുവാനും ഒക്കെ സാധ്യതയുണ്ട്. മാതാവുമൊത്ത് യാത്ര ചെയ്യുന്നത് കാണുന്നു. എന്നാൽ മാതാവിന് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6 രാത്രി വരെ, അതിനുശേഷം 12, 13, 14, 15, 16 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 18 സന്ധ്യയ്ക്ക് ശേഷം 19, 20, 23, 24 ദിവസങ്ങളും 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. ഇവിടെ ദോഷം പറഞ്ഞിട്ടുള്ള രാശികളിലെ നക്ഷത്രക്കാർ പ്രധാനമായും അവർക്ക് ശനിദോഷമാണെങ്കിൽ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക, കടുംപായസം കഴിപ്പിക്കുക. പ്രധാനമായും ജപമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക തുടങ്ങി പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു രീതി കാണിക്കുക. പൊതുവെ ശനിദോഷത്തിന് അത് പരിഹാരമാണ്. അതുപോലെ വ്യാഴദോഷത്തിനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ ഒക്കെ നല്ലതാണ്. രാഹുദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കാം, പക്കനാടിനോ അല്ലെങ്കിൽ ആയില്യ മഹോത്സവങ്ങൾക്കോ. അതുപോലെ കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയോ നമ എന്നോ ജപിക്കുക. ഗണപതിക്ക് പൂജകൾ നടത്തുക, ഗണപതി ഹോമം കഴിപ്പിക്കുക. അതുപോലെ തന്നെ നാളികേരം ഉടയ്ക്കാം, ഉണ്ണിയപ്പ നിവേദ്യം, കറുകമാല അർപ്പിക്കൽ, ഇതൊക്കെ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.